സ്നേഹിതരെ, യോഹന്നാൻ സുവിശേഷം 6 അധ്യായം 1 മുതൽ 15 വരെ വാക്യങ്ങളാണ് നാം ശ്രവിക്കുന്നത്. അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തിന് മർക്കോസ് സുവിശേഷകൻ നൽകുന്ന ആമുഖം നാം കഴിഞ്ഞ ഞായറാഴ്ച വിചിന്തനം ചെയ്തു. ഇന്ന് 4-ാം സുവിശേഷകൻ വിവരിക്കുന്ന അപ്പം വർദ്ധിപ്പിക്കൽ സംഭവമാണ് വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നത്. ആരാധനാക്രമത്തിലെ ബി കാലചക്രത്തിൽ ബി സൈക്കിൾ സാധാരണയായി മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വചനഭാഗമാണ് ഞായറാഴ്ചകളിൽ നമുക്ക് ധ്യാനത്തിന് നൽകപ്പെടുന്നത്. എന്നാൽ 1994 പ്രസിദ്ധീകരിച്ച് പരിഷ്കരിച്ച വേദപാഠക പ്രകാരം ആണ്ടുവട്ടം 17 മുതൽ 21 വരെ ബി സൈക്കിളിൽ ഞായറാഴ്ചകളിൽ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായത്തിലെ വചനഭാഗങ്ങളാണ് വിചിന്തനത്തിനായി തിരുസഭ നമുക്ക് നൽകുന്നത്. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ആഴമായി ധ്യാനിക്കുവാനും ദിവ്യകാരുണ്യനാഥന്റെ പ്രവർത്തന ശൈലി നമ്മിൽ രൂപപ്പെടുവാനും വേണ്ടി ഉദ്ദേശിച്ചാണ് ഇത് നൽകിയിരിക്കുന്നത്. യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം 4 സുവിശേഷകരും രേഖപ്പെടുത്തുന്നു. മത്തായിയും മർക്കോസും മറ്റൊരു വിവരണം കൂടി അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിന് നൽകുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് യേശുവിനെ കുറിച്ചുള്ള വാമൊഴി പാരമ്പര്യത്തിൽ അത്ഭുതകരമായി യേശു ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ നൽകിയത് സുപ്രധാന സ്ഥാനം നേടിയിരുന്നു എന്നാണ്. 4 സുവിശേഷകരും മിക്കവാറും ഉപയോഗിച്ചത് ഒരേ പാരമ്പര്യം തന്നെയായിരിക്കണം. എങ്കിലും അവരുടെ വിവരണങ്ങളിൽ വ്യത്യസ്തതയും കാണാൻ കഴിയും. സുവിശേഷകരുടെ ദൈവശാസ്ത്ര വീക്ഷണവും അവർ അഭിസംബോധന ചെയ്ത വിശ്വാസ സമൂഹങ്ങൾക്കും അനുസരിച്ചുള്ള പുനർവ്യാഖ്യാനവും കാരണം സംഭവിച്ചതാകാം 4 വിവരണങ്ങളിലും കാണുന്ന വ്യത്യാസങ്ങൾ. സമാന്തര സുവിശേഷങ്ങളിലെയും 4-ാം സുവിശേഷത്തിലെയും വിവരണങ്ങളെ ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കുമ്പോൾ 4-ാം സുവിശേഷത്തിലെ ചില സവിശേഷതകൾ ശ്രദ്ധയിൽ വരും. ഒന്ന്, യഹൂദരുടെ പ്രധാന തിരുനാളായ പെസഹായോട് അനുബന്ധിച്ചാണ് അപ്പം വർദ്ധിപ്പിക്കൽ സംഭവം നടക്കുന്നത്. 2, ശിഷ്യരായ ഫിലിപ്പിന്റെയും അന്ത്രയോസിന്റെയും പേരുകൾ പ്രത്യേകം പറയുന്നു. 3, യേശു അപ്പം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കൃതജ്ഞതാ സ്തോത്രം ചെയ്തു എന്ന് പറയുന്നു. 4, യേശു അപ്പം മാത്രമാണ് ആശീർവദിക്കുന്നത്. 5, യേശു നേരിട്ട് അപ്പം വിതരണം ചെയ്യുന്നു. 6, യേശു വർദ്ധിപ്പിച്ചത് ബാർലി അപ്പമാണെന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. 7, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കാൻ യേശു ശിഷ്യരോട് ആവശ്യപ്പെടുന്നു. അവസാനമായി അത്ഭുതം കണ്ട ജനക്കൂട്ടത്തിന്റെ പ്രതികരണം യേശുവിനെ രാജാവാക്കുക എന്നതായിരുന്നുവെന്ന് സുവിശേഷകൻ പറയുന്നു. 4-ാം സുവിശേഷകൻ അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തിൽ ഉൾച്ചേർക്കുന്ന സവിശേഷതകൾ ശ്രദ്ധയോടെ വീക്ഷിക്കുമ്പോൾ ദിവ്യകാരുണ്യ ദൈവശാസ്ത്രത്തിനാണ് പ്രാധാന്യം നൽകുന്നുവെന്ന് വ്യക്തമാകും. സമാന്തര സുവിശേഷകർ അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തെ ഒരു അത്ഭുതം മാത്രമായി കാണുമ്പോൾ 4-ാം സുവിശേഷകൻ പെസഹ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ വശം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. കൂടാതെ ശിഷ്യരായ ഫിലിപ്പിന്റെയും അന്ത്രയോസിന്റെയും സംഭാഷണം ഉൾച്ചേർക്കുക വഴി സംഭവിക്കാൻ പോകുന്ന അത്ഭുതം മനസ്സിലാക്കുവാനുള്ള ഏക മാർഗം വിശ്വാസമാണെന്ന് സുവിശേഷകൻ സൂചന നൽകുന്നു. കാരണം ശിഷ്യരുടെ പ്രതികരണം സാധാരണ കീഴ്വഴക്കങ്ങൾക്കനുസരിച്ചാണ്. ഇത്രയും വലിയ ജനക്കൂട്ടത്തെ പോറ്റുവാനുള്ള ആഹാരമില്ല,
ആഹാരം വാങ്ങുവാനുള്ള സാമ്പത്തികവുമില്ല. അവരുടെ പരമ്പരാഗത നിലപാടുകൾ ജനക്കൂട്ടത്തിന്റെ ആവശ്യങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. എന്നാൽ ജനക്കൂട്ടത്തിന്റെ ആവശ്യങ്ങൾ എപ്രകാരം നിറവേറ്റണമെന്ന് യേശുവിന് മാത്രമേ അറിയൂ. അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തിലെ ദിവ്യകാരുണ്യ ദൈവശാസ്ത്രത്തിന്റെ ഏറെ പ്രധാനപ്പെട്ട വശം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്യുന്നു എന്നതാണ്. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം യവുക്കരിസ്തിയേൻ എന്നാണ്. മത്തായിയും മർക്കോസും രണ്ടാം പ്രാവശ്യം ഈ സംഭവം വിവരിക്കുമ്പോൾ ഈ ക്രിയ ഉപയോഗിക്കുന്നുണ്ട്. മത്തായി 15:36, മർക്കോസ് 8:6. എന്നാൽ ആദ്യ വിവരണത്തിൽ വാഴ്ത്തി എന്ന ക്രിയയാണ് ഉപയോഗിക്കുന്നത്, യവുലോഗേയി. അങ്ങനെയെങ്കിൽ ആദിമ ക്രൈസ്തവ സമൂഹം ആദ്യഘട്ടത്തിൽ അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തെ ഒരു അത്ഭുതമായി കരുതുകയും രണ്ടാം ഘട്ടത്തിൽ അതിനെ ദിവ്യകാരുണ്യമായി പുനർവ്യാഖ്യാനിക്കുകയും ചെയ്തുവെന്ന് വേണം നാം മനസ്സിലാക്കേണ്ടത്. നാലാം സുവിശേഷത്തിൽ ഈ പുനർവ്യാഖ്യാനം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയാണ്. അതോടൊപ്പം തന്നെ യേശു അപ്പം മാത്രം ആശീർവദിക്കുന്നതും യേശു തന്നെ നേരിട്ട് വിതരണം ചെയ്യുന്നതും അപ്പം വർദ്ധിപ്പിക്കൽ ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതിൻ്റെ സൂചനയാണ്. കൂടാതെ സമാന്തര സുവിശേഷകർ വളരെ പൊതുവായി അപ്പം ആണ് വർദ്ധിപ്പിച്ചത് എന്ന് പറയുമ്പോൾ നാലാം സുവിശേഷകൻ ബാർലി അപ്പമാണ് വർദ്ധിപ്പിച്ചതെന്ന് എടുത്തു പറയുന്നു. യോഹന്നാന്റെ സമൂഹത്തിൽ ദിവ്യകാരുണ്യ ആഘോഷത്തിന് ഈ അപ്പം പ്രയോഗിച്ചത് കൊണ്ടാകണം ഇപ്രകാരം സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. അവസാനം ബാക്കിയുള്ളതൊന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ എന്ന് യേശു തന്നെ കൽപ്പിക്കുന്നതായി സുവിശേഷകൻ രേഖപ്പെടുത്തുമ്പോൾ ദിവ്യകാരുണ്യത്തിലെ യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സൂചനയായി അത് മാറുകയാണ്. അപ്രകാരം നാലാം സുവിശേഷകൻ അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തിലൂടെ തൻ്റെ ദിവ്യകാരുണ്യ ദൈവശാസ്ത്രത്തിന് ഊന്നൽ നൽകുകയാണ്. അപ്പം വർദ്ധിപ്പിച്ച സംഭവം യേശു ദൈവമാണെന്ന സ്വയം വെളിപ്പെടുത്തൽ മാത്രമല്ല, നാലാം സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ദിവ്യകാരുണ്യത്തിലൂടെയാണ് യേശുവിൻ്റെ ദൈവിക സാന്നിധ്യം അനുഭവേദ്യമാകുന്നതെന്നും ഈ സംഭവം വ്യക്തമാക്കുന്നു. യേശുവിൻ്റെ സ്വയം വെളിപ്പെടുത്തലും ദിവ്യകാരുണ്യവും തമ്മിൽ സുവിശേഷകൻ ബന്ധിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ സംഭവത്തോടുള്ള ശ്രോതാക്കളുടെ അഥവാ വായനക്കാരുടെ പ്രത്യുത്തരം വിശ്വാസമാകണമെന്ന് സമർത്ഥിക്കാനാണ്. ആദ്യ ദൃക്സാക്ഷികൾ യഹൂദർ അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തന്മൂലം അവർ യേശുവിനെ ഒരു രാജകീയ ക്രിസ്തുവായി മാത്രം മനസ്സിലാക്കി, കിങ്ലി മെസ്സായ. യേശു നൽകിയ ആഹാരം അവിടുത്തെ കൃപയുടെ വാഗ്ദാനം ജനക്കൂട്ടത്തിന് അവിടുത്തെ വ്യക്തിത്വത്തിന് നേർക്കാഴ്ച നൽകിയെങ്കിലും അവർ യേശുവിൻ്റെ സ്വത്വത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു. അവർ അവനെ രാജാവാക്കാൻ ശ്രമിച്ചു. യേശുവിനെ രാജാവാക്കാൻ മുതിരുന്നതിലൂടെ യഹൂദർ ദൈവത്തിന്റെ മഹത്വം യേശുവിൽ ദർശിക്കുന്നതിനേക്കാൾ മനുഷ്യന്റെ മഹത്വം അനുസരിച്ച് അവിടുത്തെ വിധിക്കുകയാണ്. അതുകൊണ്ട് യേശു ജനക്കൂട്ടത്തിൽ നിന്നും പിന്മാറി. അപ്രകാരം ലൗകികമായ ശക്തി അവകാശപ്പെടാതെ തന്നെ തൻ്റെ കൃപ ജനത്തിന് വാഗ്ദാനം ചെയ്യാനാകും എന്ന് യേശു കാണിച്ചു കൊടുത്തു. ആയതിനാൽ ദിവ്യകാരുണ്യത്തിലെ യേശുവിൻ്റെ ദൈവിക സാന്നിധ്യം വിശ്വാസത്തിൻ്റെ മിഴികളിലൂടെ മാത്രമേ തെളിഞ്ഞു വരികയുള്ളൂ. പ്രിയമുള്ളവരെ, അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം വിശുദ്ധ ബലിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു ശരീരത്തിൽ നിന്ന് ദൈവം അനേകർക്ക് ഭക്ഷണം നൽകി, സമൃദ്ധി നൽകി.
ഒരു ചെറിയ കഷ്ണം അപ്പം മുറിച്ചതിൻ്റെ ഫലം നിത്യജീവൻ ആയി മാറുന്നു. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ലോകം പരിപോഷിപ്പിക്കപ്പെടുകയാണ്. അപരനു വേണ്ടി നമ്മുടെ ശരീരം മുറിക്കാനും രക്തം ചിന്തുവാനും നാം തയ്യാറാണോ? ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.